ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നാം ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അവിടെ വന്ന സമയത്ത് രാധാകൃഷ്ണ നാരായണ എന്ന നാമമന്ത്രങ്ങളാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല മുരളീധര ഗോപാലകൃഷ്ണ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരടുപ്പം. എൻ്റെ അച്ഛൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്, എൻ്റെ പേര് മുരളീധരൻ എന്നാണ്. ആ ഒരു അടുപ്പുണ്ട്. അതുമാത്രമല്ല ഇവിടെ വന്ന സമയത്ത് പ്രായഭേദമെന്നെ എല്ലാവരും മറന്ന് കണ്ണൻ്റെ മുമ്പിൽ ആടുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഈ ചൂടത്തും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അത് ദൈവാധീനമാണ്. ഈ ദേവൻ്റെ ഒരു ശക്തി, അത് വല്ലാത്തൊരു ശക്തിയാണ്. അതാണ് നമ്മുടെയൊക്കെ തന്നെ ഇന്ന് ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നത് ഈ ചൂടുകാലത്തും. ഏതായാലും വളരെ എനിക്ക് ഈ കവിത എഴുതാൻ പ്രചോദനം മധുവാണ്. നമ്മളെ ഇവിടുത്തെ തിരുമേനി മധു പറഞ്ഞു, മുരളിയേട്ടൻ ഇങ്ങനെ സാധനം എഴുതണം പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഐതിഹ്യം അയക്കുമോ. എന്തോ കുഞ്ഞുണ്ണിമാഷൊക്കെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് എഴുതാൻ സാധിച്ചു. ഞാനത് കേൾപ്പിച്ചു തരാം. ഇത് മാത്രമല്ല, പെരുമ്പാവൂരുള്ള ഒരു പോലീസ് സൂപ്രണ്ടിൻ്റെ വൈഫ്, അവർ തന്നെ ഇത് ആലപിച്ചിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് അത് ഞാൻ വേറെ കേൾപ്പിച്ചു തരാം. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ വന്ന സമയത്ത് എൻ്റെ മകൻ്റെ അധ്യാപകനാണ് ഇവിടുത്തെ മൂർത്തി സാർ. അപ്പം അത് വല്ലാത്തൊരു എന്താ പറയുക, എല്ലാം കൊണ്ടും വല്ലാത്തൊരു അടുപ്പം. പിന്നെ ഇവിടെ വന്ന സമയത്ത് ഒക്കെ എൻ്റെ അമ്മേൻ്റെയൊക്കെ പ്രായമുള്ള ചില ആൾക്കാർ, എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു 8-10 വർഷം ആവാനായി. അപ്പോൾ ആ ഒരു മാതൃസ്നേഹം കൂടി ഞാൻ ഈ നിമിഷങ്ങളിലൊക്കെ അനുഭവിക്കുകയാണ്. ഗുരുനാഥൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം. അപ്പം അമ്മയെക്കുറിച്ചൊക്കെ പാടുന്ന സമയത്ത് വല്ലാത്തൊരു എന്താ പറയുക, വല്ലാത്തൊരു ആവേശമാണ് എനിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയെക്കുറിച്ചൊക്കെ ഞാൻ ആദ്യം പാടും. അമ്പരം കാട്ടിയതമ്മ, അമ്പിളി കാട്ടിയതമ്മ, പമ്പരം തന്നതുമമ്മ, എന്നൊമ്പരം മാറ്റിയതമ്മ. എല്ലാ നൊമ്പരങ്ങളും അമ്മമാർക്ക് മാത്രമേ മാറ്റാൻ കഴിയൂ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അമ്മ മാത്രമല്ല, ഈ ദേവനും ഒക്കെ തന്നെ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറ്റട്ടെ, എപ്പോഴും നമ്മളൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ഇവിടെ. പത്മകുമാർ, 2 പത്മകുമാറുണ്ട്. ഒന്ന് കിളിയമണ്ണി പത്മകുമാറാണ്, അതുപോലെ തന്നെ വേറെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന പത്മകുമാർ. പിന്നെ മൂർത്തി സാറിമ പരിചയപ്പെട്ടു. പിന്നെ രാജൻ ഇവിടുത്തെ, അതേമാതിരി സെക്രട്ടറി ഇവിടുത്തെ പ്രസിഡന്റാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഏതായാലും നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഈണത്തിലാണ് ഈ കവിത ആലപിക്കുന്നത്. കാവലായിതാ പൊങ്ങിടും തൈക്കാട് ദേവനും വിഷ്ണുപാദ ദർശനത്തിനായി എത്തിടും ഭക്തഹൃത്തരും. മുറിക്കു കാവലായിതാ പൊങ്ങിടും തൈക്കാടു ദേവനും വിഷ്ണുപാദ ദർശനത്തിനായി എത്തിടും ഭക്തഹൃത്തരും. നൂറ്റാണ്ടുകൾക്കു മുമ്പു ദീപമായി മാറ്റുമായി പവിത്രമുറ്റവും, നൂറ്റാണ്ടുകൾക്കു മുമ്പു ദീപമായി മാറ്റുമായി പവിത്രമുറ്റവും, മുറ്റി നിൽക്കും പിച്ചി മുല്ലയും മുന്നിൽ മേലെ നീലമേഘവും. മഹാവിഷ്ണു ക്ഷേത്രമരികിലായി വനദേവത തളിർക്കുമെന്നുമേ, മഹാവിഷ്ണു ക്ഷേത്രമരികിലായി വനദേവത തളിർക്കുമെന്നുമേ. ഒഴുകുമോളമൊളി പരത്തി കുളമരികയഴകുമായിതാ, ഒഴുകുമോളമൊളി പരത്തി കുളമരികയഴകുമായിതാ. അരിയും നെല്ലും അവിലുമായിതാ, ശത്രുശമന ധന സമൃദ്ധിയും. അരിയും നെല്ലും അവിലുമായിതാ, ശത്രുശമന ധന സമൃദ്ധിയും. താമര തുളസി തെച്ചിയും മഞ്ഞളിൽ മലർന്ന നാണയം. ആലിലയ്ക്കു നാമമോതുവാൻ അരയാലുയരുമാരവങ്ങളിൽ, ആലിലയ്ക്കു നാമമോതുവാൻ അരയാലുയരുമാരവങ്ങളിൽ. ആനിറങ്ങും മന്ത്രവേരുകൾ മാനവന്റെ നെഞ്ചകങ്ങളിൽ, ആനിറങ്ങും മന്ത്രവേരുകൾ മാനവന്റെ നെഞ്ചകങ്ങളിൽ. നമ്മുടെയൊക്കെ മന്ത്രങ്ങൾ മാനവന്റെ നെഞ്ചങ്ങളായിറങ്ങട്ടെ.
തീരാ ദുരിതങ്ങളുടെയും പീഡനത്തിൻ്റെയും വേദനകൾ ഏറ്റുവാങ്ങുമ്പോഴും കവികളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, കവിതയെ മാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹക്കൂട്ടായ്മയുടെ ഭക്തജനങ്ങൾക്ക് മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളെയൊക്കെ സാക്ഷിയാക്കി ഈ കവിത ക്ഷേത്രം പ്രസിഡന്റിന് ഞാൻ നൽകുന്നു. പ്ലീസ്. നീ ആ പോലീസ് സൂപ്രണ്ടിൻ്റെ വൈഫ് പാടിയ രീതി കേൾക്കണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചുതരാം. അല്ലെങ്കിൽ മധുവിൻ്റെ കയ്യിലുണ്ട്, കേൾക്കണം. അത് ഞാൻ പാടിയ മാതിരിയല്ല, ഇത് അനിൽ പനച്ചുരാൻ്റെ സ്റ്റൈലാണ്.